എൻ്റെ മോള് BSc MLT പാസ്സായതിന് ശേഷം അതിൻ്റെ റിസൾട്ട് എല്ലാം കിട്ടിയതിന് ശേഷം അവൾ SK ഹോസ്പിറ്റലിൽ 2 വർഷം ജോലി എടുത്തിരുന്നു. അപ്പോൾ അവിടെയും ലൈഫ് കെയറിലും ACRലും വർക്ക് ചെയ്ത്. അപ്പോൾ ഈ SK ഹോസ്പിറ്റലിലും ലൈഫ് കെയറിലും കിട്ടിയ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ACRലതും കൂടി വാങ്ങിച്ച് അതിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ACRൽ 3 സർട്ടിഫിക്കറ്റുകളുമായിട്ട് മോള് സൗദിയിലേക്ക് അത് ODPCയിൽ രജിസ്റ്റർ ചെയ്ത പ്രകാരം അവർ സെലക്ട് ചെയ്ത് ഇൻ്റർവ്യൂ അപ്പോൾ അവർക്ക് ഇത് കൊടുത്ത് അയച്ചേക്കായിരുന്നു. അപ്പോൾ അവർ സെലക്ട് ചെയ്തതിൻ്റെ പ്രകാരം അവളെ ഇൻ്റർവ്യൂ ചെയ്ത് എടുത്തു കഴിഞ്ഞത് എൻ്റെ ഇതിൽ അങ്ങനെ ഇവർ അന്വേഷണം ഇങ്ങോട്ട് നടത്തും എന്നുള്ളത് കൊണ്ട് അവിടെ മോൾ ഒരിക്കൽ SKയിലും ലൈഫ് കെയറിലും കൂടെ പോയി പറയാൻ പോയിരുന്നു. അപ്പോൾ ഇങ്ങനെ 2 ഒരു ദിവസമാണ് പോയിരുന്നത്. അങ്ങനെ പറഞ്ഞതിന് ശേഷം അപ്പം പറയാൻ പോയ സമയത്ത് അവിടെ ഒരു സ്റ്റാഫ് അവർ ഇൻചാർജ് ആയിരിക്കും. മോള് പേര് പറഞ്ഞിരുന്നു, പേരെനിക്കറിയാൻ പാടില്ല, ഓർക്കണില്ല. ഇൻചാർജിൻ്റെ അടുത്ത് ഇങ്ങനെ അന്വേഷണത്തിന് അവിടെ നിന്ന് വരും എന്ന് ഇവൾ പറഞ്ഞതിനനുസരിച്ച് അവരിങ്ങോട്ട് ആ ഇൻചാർജ് പറഞ്ഞത് വേണ്ടതുപോലെ ഞങ്ങൾ നോക്കിക്കോളാം, പിന്നെ 100% ഓക്കെ ആയിട്ട് പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്തൊരു വ്യക്തി ഇവിടെ ഇരുന്ന് അത് മോളെ കൂടെ വർക്ക് ചെയ്യുന്നതാണോ അതോ ഇനി അവിടെയുള്ള വേറെ സ്റ്റാഫോ എന്നറിയില്ല, ഒരു ആളിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരും കൂടെ പറഞ്ഞ് ചോദിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അപ്പം പേര് എനിക്ക് ഓർക്കാൻ പറ്റില്ല. അപ്പോൾ അവർ 2 പേരെയും പേര് ഓർക്കണമില്ല, ഈ പാർട്ടിയെ പേര് പറഞ്ഞാണ് പറയണത് ചോദിച്ചാൽ മതിയെന്ന്. അപ്പം ഇത് എൻ്റെ മകൾ എൻ്റെ അടുത്ത് പറയുമ്പോൾ അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ഈ വേണ്ടതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്തരാണ് എന്ന് ഞാൻ ചോദിക്കുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു അത് ചിലപ്പോൾ എന്തെങ്കിലും കിട്ടുമ്പോൾ, ജോലി കിട്ടുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഇത് കൊടുക്കുമല്ലോ, എന്തെങ്കിലും. അപ്പോൾ അതായിരിക്കും, നീ ഇപ്പം അതൊന്നും വാങ്ങിച്ച് കൊടുക്കാൻ ഒന്നിനും നിൽക്കണ്ട. 2 വർഷത്തിലെ ജോലിക്ക് നീ പോവുകയാണെങ്കിൽ 2 വർഷം കഴിഞ്ഞ് ലീവിന് വരുമ്പോഴത്തേക്ക് ഒരു ലഡുവ വല്ലതും വാങ്ങി കൊടുത്താൽ മതി എന്ന് ഞാൻ പറയായിരുന്നു. അങ്ങനെ അതിനിടയ്ക്ക് നീ ഒന്നും വാങ്ങിക്കുകയും കൊടുക്കുകയൊന്നും വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അത് ഒരു ദിവസം ഇടയ്ക്ക് പിന്നെ കഴിഞ്ഞ ചൊവ്വാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ച മോൾ ഞാൻ ഇതുപോലെ ജോലിക്ക് എനിക്കിപ്പം പ്ലാനിങ് ബോർഡിൽ ഒരു ക്ലാർക്ക് പോസ്റ്റായിട്ട് പട്ടത്ത് കിട്ടി ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 9 മണിക്ക് ഞാൻ ഇവിടെ നിന്ന് പോകണം. മോൾ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ പോകാൻ വേണ്ടി അന്ന് ഡ്യൂട്ടിക്ക് പോകാൻ നിൽക്കണം. അപ്പം പോണില്ലെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് 10 മണിയായിട്ട് പോകാമെന്ന് മോൾ പറഞ്ഞതിന് പ്രകാരം ഞങ്ങൾ പോവുമായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഇവൾ പോയി അത് എപ്പോഴൊന്നോ എന്താണ് ഇതിനിടയ്ക്ക് സംഭവിച്ചൊന്നോ അറിയില്ല. ഇവള് എസ്കേപ്പ് പോയെന്ന് അറിഞ്ഞത് 1:30 മണിക്ക് ഞാൻ ഓഫീസിൽ ഉണ്ടിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഫോൺ കോൾ വരണം, SKയിൽ മോൾ വീണെന്ന് എന്നാണ് ഞാൻ അറിയണത്. അത് എന്തിനാണ് കാരണമെന്നൊന്നും എനിക്കറിയാൻ പറ്റിയില്ല, എന്തിനാണ് സംഭവിച്ചതെന്നും. പക്ഷേ മോള് ഒരിക്കലും അവൾ ചെയ്യൂല, എനിക്കത് ഉറപ്പുണ്ട്. കാരണം അത്രയും അത്യാഹ്ലാദത്തോടെയാണ് അവൾ സൗദിയിലേക്ക് പോകാൻ തയ്യാറപ്പോൾ ഒരു പേപ്പർ കൂടെ എനിക്ക് 15,000 രൂപയുടെ അടച്ചൊരു പേപ്പർ കൂടി വാങ്ങിച്ച് കൊടുക്കാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ഞങ്ങളിവിടെ റെഡിയാക്കി സർട്ടിഫിക്കറ്റ് എല്ലാം ഒപ്പിച്ച് കഴിഞ്ഞു. പിന്നെ ഞാൻ ഈ 15,000 രൂപയ്ക്ക് കൂടി ഒരു ലോണിന് ഞാൻ എൻ്റെ ഓഫീസിൽ കൊടുത്ത് എല്ലാം റെഡിയാക്കി ഞാൻ പിറ്റേന്ന് പോകണേൻ്റെ എൻ്റെ കയ്യിൽ കിട്ടും ആയിരുന്നു. പിന്നെ മോൾ ആശുപത്രിയിലായതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല, ഇത്തന്നെ ഞാൻ പോയില്ല. അല്ലെങ്കിൽ ഞാൻ ഇപ്പം എല്ലാം ഏകദേശം ആവേണ്ടായിരുന്നു. അത്രയും സന്തോഷത്തോടെ നിൽക്കുകയായിരുന്നു അവൾ. ഇതിനിടയ്ക്ക് എന്തരാണെന്നുള്ളതൊന്നും എനിക്കറിയാൻ പാടില്ല. അവൾ സ്വയം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവൾക്ക് ഈ അവളൊരു പഴയ വീടുണ്ട്. പിന്നെ പോകുന്ന മുമ്പാണ് ഞങ്ങൾ ഇതിനകത്ത് കയറാൻ താമസിച്ചപ്പോൾ ഒരു ദിവസമെങ്കിലും ഇതിനകത്ത് കിടത്താനുള്ള അവൾ ആഗ്രഹം നടന്നു. വെള്ളായണി ക്ഷേത്രത്തിലെ ദേവിയെ വരുത്തി നിറപറയും നടത്തിയാണ് ഞങ്ങൾ ഇതിനകത്ത് താമസിച്ചുകൊണ്ട് വരായിരുന്നു. എൻ്റെ മോള് സൗദിയിൽ പോകണമെങ്കിൽ അതിന് മുമ്പേ അവൾ വീട്ടിൽ പാലിയാച്ച് കയറി കിടന്നാൽ ഇത്രയും ഇങ്ങനെ കിടക്കുന്ന വീട് എല്ലാം കുറവ് തീർന്ന് കയറാനാണ് ഇരുന്നത്. എന്തൊരു സംഭവിച്ചെന്നല്ല. അപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് ഡ്യൂട്ടിക്ക് പോകുമ്പോഴോ അദ്ദേഹം കൂലിപ്പണി ഉള്ളപ്പം പോകും, ഇല്ലാത്തപ്പം എൻ്റെ കൂടെ എന്നെ കൊണ്ടാക്കാൻ വരും. ഞാൻ ഒരു ഹാൻഡിക്യാപ്പിലാണ്, അതായത് 2 കാലും സ്വാധീനമില്ല. ഇരിക്കണം എനിക്ക് ഓഫീസിൽ നിന്ന് കിട്ടിയ ചെരുപ്പ് ഇതൊക്കെ ഇട്ടാണ് ഈ തേരിയിൽ നിന്ന് കയറി ആട്ടയിലാണ് പോകണം. അപ്പോൾ എൻ്റെ മോളെ ഡ്യൂട്ടി എടുക്കുമ്പോഴത്തേക്ക് അവൾ 4 മണിക്ക് ഇറങ്ങി എന്നെ വന്ന് അവിടെ നിന്ന് 5 മണിക്ക് ഇറങ്ങണം. ഞങ്ങൾ ഒരുമിച്ച് ആട്ടയിലാണ് വരണത്. അങ്ങനെ അവൾ എൻ്റെ സപ്പോർട്ടാണ്, എൻ്റെ ഒരു നെടുന്തൂണാണ് പോയത്. എനിക്കതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഇതിനെ
കാര്യം അറിഞ്ഞേ പറ്റൂ. ഇതാണ് എന്താണ് സംഭവിച്ചത് അറിഞ്ഞാലേ പറ്റുള്ളൂ. ഞാൻ അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂലിവേല ചെയ്ത് ഞങ്ങൾ വളർത്തിക്കൊണ്ടിരുന്നത്. എനിക്ക് 8 മാസം കൊണ്ടാണ് ഈ ജോലി കിട്ടിയത്. അത്രയും സമയം ഇദ്ദേഹമാണ് മോളെ വളർത്തുന്നത്. എവിടെ പോകണമെങ്കിലും കൊണ്ട് നടക്കും. ഒരു ടെസ്റ്റ് എഴുതാനും എല്ലാം ഇദ്ദേഹമാണ് കൊണ്ടുപോകുന്നത്. എനിക്ക് നടക്കാൻ പറ്റൂല. ഞാൻ സ്റ്റിക്കൊക്കെ ഊന്നി എടുത്തൊക്കെയാണ് പോണത്. എന്തെങ്കിലും രീതിയിലുള്ളൊരു വിഷമമോ അങ്ങനെ എന്തെങ്കിലും അമ്മയോട് പറഞ്ഞിരുന്നോ? ഇല്ല അങ്ങനെയൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ 2-3 ദിവസം ഇതുപോലെ ഞാൻ അയക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചുമ്മാ ചണ്ടടിക്കും. കാരണം ഇവിടെ കിട്ടുമല്ല, നീ ഇത്രയും ദൂരം പോകുന്നതിന് അമ്മയ്ക്ക് കാണാൻ പറ്റുമെന്നൊക്കെ പറയുമ്പോൾ മുഖത്ത് പൂരം കറക്കും. പക്ഷേ ഇപ്പം ഞാൻ ഈ ലോണൊക്കെ എടുത്ത് കൊടുത്ത് ഇങ്ങനെ റെഡിയാണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം പുറത്ത് പോകാൻ ആഗ്രഹിച്ച് നിൽക്കുന്നത് അത് പോകാൻ സാധിക്കില്ല എന്ന് വെച്ചാൽ എൻ്റെ വിഷമം. എല്ലാം റെഡിയാക്കി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായിരുന്നു. ഇപ്പം നല്ല ഹാപ്പി. കൂട്ടുകാർ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടികളൊക്കെ 4-5 ദിവസം കൊണ്ട് ഇന്നും വന്ന് 2 പേര് അവർ പറഞ്ഞ് സൗദിയിൽ പോകാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു അഞ്ജുവിന്, നല്ല സന്തോഷത്തിലായിരുന്നെന്നാണ് പറയുന്നത്. അവരോടെയും ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറയണത്. ഒരു 1.5-2 വർഷത്തിനകത്തേ ആവുള്ളൂ. അപ്പോൾ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു, സ്പോക്കൺ ഇംഗ്ലീഷ്. പിന്നെ അവിടെ പോകുമെന്നും പറഞ്ഞു. ഇത് ഇങ്ങനെ റിപ്പോർട്ട് അയച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അന്വേഷിക്കുമെന്ന് പറഞ്ഞ്. പിന്നെ ഇത് ക്ലാസ്സിന് പോയോ ഇല്ലേ എന്നുള്ളതും അറിഞ്ഞൂടാ. നല്ല ഉറപ്പുണ്ട്. അവിടെ പിന്നെ പോയാലും അവിടെ എങ്ങനെയാണ് ഇവൻ്റെ മോക്കെങ്കിൽ പിന്നെ ഇവിടെ 2 വീട്, പഴയ വീടുണ്ട്, ഇവിടെയുണ്ട്. ഞങ്ങൾ വരുന്നത് ഞാൻ 5 മണി കഴിഞ്ഞാണ് വരുന്നത്. അത്രയും സമയം എൻ്റെ മോളെ നൈറ്റ് കഴിഞ്ഞ് ഇവിടെ വന്നിടുന്നാണ് ഉറങ്ങുന്നത്. അവൾക്ക് എത്രയോ സമയങ്ങൾ ബാക്കി കിടക്കണം. അങ്ങനെയാണെങ്കിൽ അവൾക്ക് വീട് സ്ഥലമുണ്ട്. പിന്നെ ലാബ് ടെക്നീഷ്യനായ ഒരു കുട്ടിക്ക് അവിടെ നിന്ന് മരുന്നുകളൊക്കെ പലത് കിട്ടും. ഇതായ മോക്ക് ഇവിടെ കാലിൽ ഒരു പാട് പോലെ ഉണ്ടായിരുന്നു. അത് ഇവിടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വാങ്ങിച്ച് വെച്ചിരുന്ന് അതിൽ ചൂടുവെള്ളത്തിൽ ഇട്ട് തൊട്ട് അത് എല്ലാം പാടുപോയി. എങ്കിൽ പിന്നെ മോക്ക് അത് ഉപയോഗിച്ചുകൂടി. അങ്ങ് SK തന്നെ പോയി ചെയ്യണോ? അന്ന് ഓഫാണ്. അന്ന് തലേ ദിവസം ഡേ കഴിഞ്ഞ് വന്നു. പിറ്റന്ന് ഈ ചൊവ്വാഴ്ച അന്ന് ഓഫാണ്. അന്ന് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ പോണത്. അന്വേഷിച്ചിട്ടാണ് അങ്ങ് പോണത്. എന്നിട്ടാണ് അങ്ങ് പോയത് ചൊവ്വാഴ്ച അന്ന്. അത് കുണ്ടമൺകടവില് SK ആദ്യമാണ് പോയത്. അപ്പം SK ഹോസ്പിറ്റലിൽ എൻ്റെ മോക്ക് ഇങ്ങനെ അവിടെ വച്ച് ഈ സംഭവം നടന്നതിൻ്റെ പേരിൽ അവിടെ കുറച്ച് സമയമെങ്കിലും ബോഡി വെച്ച് അത് പ്രതിഷേധം നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇതിൻ്റെ തെറ്റ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോൾ സ്വയം തന്നെ ചെയ്തെന്ന് പറയണതിൽ അതിലെന്തെങ്കിലും തെളിവ് വരണമെന്നുണ്ടെങ്കിലോ അവിടെ കാരണങ്ങൾ എന്താണെന്നുള്ളത് അത് കണ്ടുപിടിക്കുക. അവിടെ വെച്ചതുണ്ടായതാണ്, എന്താണ് സംഭവിച്ചു അതിനെക്കുറിച്ച് അത് അന്വേഷിക്കുകയും വേണം. അതെന്താണ് ഇതിന് പിന്നിൽ വല്ല എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയണം. അവിടെ പൊതുദർശനത്തിന് ബോഡിയെ വരെ അവിടെ നിന്ന് അവർ മാറ്റാൻ ശ്രമിക്കുകയും അവർ പോലീസുകാരെ കൊണ്ട് നിർത്താനും ശ്രമിക്കുന്നു. അത് അവിടെ നിന്ന് മാറ്റിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നതിൻ്റെ പൊരുളുകൾ എന്തോ അതിൽ ദുരൂഹത ഉണ്ടെന്നുള്ളത് നല്ല ഉറപ്പാണ്. അല്ലെങ്കിൽ പിന്നെ അവിടെ 2 വർഷം ജോലി ചെയ്ത ഒരു കൊച്ചിനെ ഒരു അരമണിക്കൂറെങ്കിലും പൊതുദർശനത്തിന് വയ്ക്കാൻ അവർ സന്നദ്ധരാവാത്തതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ എന്തെങ്കിലും അവിടെ എന്തെങ്കിലും ഒരു ദുരൂഹത ഉണ്ടെന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. അതിന് വേണ്ട അതിനുള്ള എന്തിനാണ് കാരണം എന്നുള്ളത് നടപടി എടുത്തേ പറ്റൂ. അത് അന്വേഷിച്ചേ പറ്റുള്ളൂ. കാരണം മോക്ക് ഈ അവിടെ എന്തെങ്കിലും ആക്സിഡൻ്റ് ആയിട്ട് ACRലോ ഈ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുവരുമ്പോൾ തന്നെ അത് വന്ന് എൻ്റെ അടുത്ത് പറയും, ഇതെങ്ങനെയമ്മ ഇതിങ്ങനെ ചെയ്യണത്, ഇതെങ്ങനെയമ്മ ഇങ്ങനെ സംഭവിക്കുന്നത്, ഇവർക്ക് എങ്ങനെ തോന്നണം എന്നാണ് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്കൊരിക്കലും എനിക്ക് വിശ്വാസം വന്നില്ല എൻ്റെ മോള് ചെയ്യുമെന്ന്. അല്ലെങ്കിൽ തന്നെ ഈ 4ാമത്തെ നിലയിലെന്ന് പറയുന്നത് അവിടെ ഈ ഗ്ലാസും അതും ഇതുമൊക്കെ വെച്ച് സംവരണം ചെയ്തിരിക്കുന്നിടത്ത് കാല് തട്ടി വീഴാൻ സാധ്യതയില്ല, വഴുതി വീഴാൻ സാധ്യതയില്ല. അവൾ സ്വയം ചെയ്യാനും എങ്ങനെ ചെയ്യും? പിന്നെ താഴെ വീണിരുന്നാൽ തന്നെയും ഒരു സൗണ്ട് കേൾക്കൂലേ, അല്ലെങ്കിൽ അമ്മോ അയ്യോ എന്ന് എന്തെങ്കിലും ഒരു വിളി കേൾക്കൂലേ ഇത്രയും ഒക്കെ. പിന്നെ എൻ്റെ മോള് ബാഗും തൂക്കിയാണ് ഇരുന്നത്. ആ ബാഗിൻ്റെ സൗണ്ട് ഒച്ച ഇത്രയും ഉയരെന്ന് വീഴുമ്പോൾ എന്തായാലും ഒരു ഒച്ച കേൾക്കും. ആരും കണ്ടില്ല കേട്ടില്ല, അവിടെ ആരും ഇല്ലയെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? ഈ വർക്കിംഗ് ഡേ ദിവസത്തിൽ എന്തായാലും അവിടെ ഇത്രയും ഈ SK ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ പ്രൈവറ്റ് ആശുപത്രിയിൽ എത്രമാത്രം ജനങ്ങൾ കാണുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവിടെ സെക്യൂരിറ്റിക്കാരുണ്ട്. അവർ കേട്ടില്ല കണ്ടില്ല എന്ന് പറയണ്ട കാരണം എന്തിനാണ്?
അതെനിക്ക് എന്തിനാണെന്നുള്ളത് അറിഞ്ഞേ പറ്റൂ. എൻ്റെ കുട്ടി എൻ്റെ ഒരു നെടുന്തൂണാണ്. എൻ്റെ ഭർത്താവ് കഴിഞ്ഞ എൻ്റെ മകളാണ് എൻ്റെ അടുത്തത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ കൊച്ചിനെ ഞാൻ വളർത്തിയത്. ഈ വികലാംഗയായ ഞാൻ വളർത്തിയെടുത്ത് 24 വയസ്സ് കഴിഞ്ഞ് 25ാമത്തെ വയസ്സാണ്. എനിക്ക് എൻ്റെ പിള്ളേരുടെ ആഗ്രഹം പോലും തീർക്കാൻ പറ്റില്ല. എൻ്റെ ആഗ്രഹം പോലും തീർക്കാൻ പറ്റാത്ത സംഭവമാണ് ഇത് നടന്നത്. അതുകൊണ്ട് എന്തരാണെന്ന് എനിക്കത് അറിഞ്ഞേ പറ്റൂ. ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് ഇതിൻ്റെ എന്താണ് സംഭവിച്ചതെന്ന് അറിയേണ്ട അത്യാവശ്യവും. നമുക്കത് മാത്രം അറിഞ്ഞു കിട്ടിയാൽ മതി. വേറെ ഇവിടെ നാട്ടുകാരെല്ലാവരും ഒന്നടങ്കം ഞങ്ങളെ കൂടെ ഉണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.